ടീച്ചേഴ്സ് ഏത് ചാപ്റ്റർ എടുത്തതിന് ശേഷം ഈ ഒരു കാര്യം കുട്ടികൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ചാപ്റ്റർ ഒരിക്കലും മറക്കില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു AI ടൂളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ മറക്കാതിരിക്കാൻ വീഡിയോ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 10ാം ക്ലാസ്സിലൊരു ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ചാപ്റ്ററിലെ 5 പോയിന്റുകൾ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ പോയിന്റുകളും ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ പോയിന്റുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സബ് പോയിന്റുകളും ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞ ശേഷം ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കി കൊടുത്താൽ എൻറ്റയർ ചാപ്റ്റർ ഔട്ട്ലൈന് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കും സ്റ്റുഡൻസിനും നല്ല ഹെൽപ്ഫുള്ളാണ്. മാക്സിമം വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും നിങ്ങളിത് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് LM ആണ്. നോട്ട്ബുക്ക് LM നമുക്ക് ആപ്പായിട്ടും ബ്രൗസറിൽ ഉപയോഗിക്കാം. അതിൽ നമ്മൾ ഏത് ചാപ്റ്ററിൻ്റെ ഫയലും അപ്ലോഡ് ചെയ്ത ശേഷം നമ്മളിവിടെ മൈൻഡ് മാപ്പ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള മൈൻഡ് മാപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ മറ്റൊരു പ്രത്യേകത, ഇതിൽ ഏതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ ആ പോയിന്റുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവിടെ ചാറ്റ് ബോട്ടിൽ വരും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ മാക്സിമം ഇത് എന്ത് ചെയ്യുക, ടീച്ചേഴ്സിലേക്ക് ഷെയർ ചെയ്യുക.